വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആയിപ്പോയി കംപ്ലീറ്റ്ലി. അപ്പം ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം ഇനി തൊട്ട് വീഡിയോസ് മൊത്തം ഇതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്ന എൻ്റെ പുതിയ കാറിൻ്റെ റിവ്യൂ ആണ്. നമ്മൾ സൗണ്ട് സിസ്റ്റവും അല്ലാതെല്ലാം കാണിക്കുന്നുണ്ട്. പഴയ കാറും ഉണ്ട്, പഴയ കാറ് തന്നെ ഇവിടെ കിടപ്പുണ്ട്. രണ്ടുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. രണ്ടിന് സൗണ്ട് സിസ്റ്റം, രണ്ടിനകത്ത് ഒരേ പാട്ടിട്ട് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാവുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ വീട്ടിലുള്ള വണ്ടികൾ മൊത്തം ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ തുടങ്ങുന്നത് അച്ഛൻ്റെ ഫസ്റ്റ് കാറാണ്. അപ്പം ഇതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന സാധനം. ഓക്കെ, അപ്പം നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം. നമുക്ക് താക്കോല് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ താക്കോല്, കണ്ടില്ലേ? അപ്പോൾ സെൻട്രൽ ലോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. ഇപ്പം സെൻട്രൽ ലോക്കിംഗ് ഒന്നുമില്ല, കണ്ടില്ലേ? ഇപ്പം സ്റ്റീരിയോ വർക്കാവുന്നുണ്ട്. ഒന്നുകൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ക്ലസ്റ്റർ എല്ലാം ഓണാവും. ഒന്നുകൂടെ ഫ്രണ്ടിലോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമുക്ക് നേരെ വണ്ടിയിലേക്ക് ഇരിക്കാം, ഉറയ്ക്കാം. ഓക്കെ, ഇതാണ് വണ്ടിയുടെ സ്റ്റീരിയോ വരുന്നത്, അല്ലേ? അതിനകത്തിപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന സാപ്പ് എന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പെൻഡ്രൈവ് കുത്തുമ്പോൾ ഇവിടെ പെൻഡ്രൈവ് കുത്തുന്ന സ്ലോട്ടുണ്ട്. ഇവിടെ പെൻഡ്രൈവ് കുത്തുന്ന സ്ലോട്ടുണ്ട്. പെൻഡ്രൈവിലാണ് ഇടുന്നതെല്ലാം ഈ സ്വാപ്പ് ഉപയോഗിക്കുന്ന സാധനം. ഇത് പിന്നെ സെർച്ചാണ്. ഇത് വരുന്ന സോഴ്സ്. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റ് ആയിരിക്കും, ഇനി വേണമെങ്കിൽ വേറെ അകത്താക്കാം, FM-ലാക്കാം, പിന്നെ USB-ലാക്കാം, ആക്സിലോട്ടിടാം. ഇത് 3 എണ്ണമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചേഞ്ച് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഒരു താഴെ ഈ സ്വിച്ച് ഉണ്ട്, ഇത് ഞെക്കുവാണെങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ്ലി ഊരി വരും. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇച്ചിരി പുഷ് ചെയ്താൽ മതി, അതല്ലേ? സിസ്റ്റം കംപ്ലീറ്റ്ലി ഇളകി വരും. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സിസ്റ്റം മാറ്റുകയും പുതിയ ഇടിയൊക്കെ ചെയ്യാം. ഇതാണിപ്പോൾ ഇവിടുത്തത്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓണാവുകയും ചെയ്യും. സോഴ്സ് പിന്നെ ആക്സിലോട്ട് ഇട്ടാൽ മതി. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 5 ഗിയർ വിത്ത് റിവേഴ്സ് 6 ഗിയറുണ്ട്. ഇതിലൊക്കെ ഞങ്ങൾ സീറ്റ് കവറിങ് ഒക്കെ ചെയ്യിപ്പിച്ചാണ്. പിന്നെ നമുക്ക് ഒന്ന് ബാക്ക് ഡിക്കി തുറന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഡിക്കിയൊക്കെ തുറന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബാക്കിലും ഇങ്ങനെ ഇട്ട് തുറക്കണം. ഇതാണ് നമ്മുടെ ബാക്ക്. ഇവിടെ നമ്മളെ ഒരു 2 സ്പീക്കർ ഇരിപ്പുണ്ട്. ഇത് കമ്പനിയുടെ അല്ല, ഇതല്ലാതെ വെപ്പിച്ചാണ്. ഇവിടെ 1 ഇത് 2 രണ്ടെണ്ണവും സെയിം കമ്പനിയുടെയാണ് ഇരിക്കുന്നത്. ഇത് ഇറക്കാൻ 2 ഫ്രണ്ടിലുണ്ട്. ആ സൈഡിലെ വർക്ക് ചെയ്യത്തില്ല, ഈ സൈഡിലെ വർക്ക് ചെയ്യും. അതൊന്നും കൊണ്ട് കാണിക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പിനി വീലുണ്ട്, സ്റ്റെപ്പിനി അല്ലായിരിക്കും ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അതിന് അനിയത്തി വരുന്നുണ്ട്, അവിടെ നടന്നുകൊണ്ട് തന്നെ അനിയത്തി വരുന്നുണ്ട്. അപ്പോൾ അവൾ ജ്യൂസും കൊണ്ടുവന്നു, പക്ഷേ എനിക്ക് വേണ്ട. ഓക്കെ, ബായ്. നമുക്ക് ഇറക്കാം. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, അത് ബ്രേക്ക് ലൈറ്റാണ് കാണിക്കുന്നത്. ഇതും ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ഭാഗം, പക്ഷെ രാത്രി കത്തിയിരിക്കും. ഇത് ആൾട്ടോ LXi ആണ്, എന്നുവെച്ചാൽ വണ്ടിയുടെ ടോപ്പ് മോഡല്. ഞാൻ വണ്ടിയിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറുന്നു. ഇത് മൊത്തം പവർ വിൻഡോ വരുന്നുണ്ടല്ലേ? പവർ വിൻഡോയുടെ സാധനങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ മാറ്റിച്ച് അത് ഭയങ്കര ഇവിടെ മൊത്തം ഉണ്ടല്ലേ? ഇപ്പോഴും ഇവിടെ ഇളകി തുടങ്ങി. മറ്റേ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമായിരുന്നു, ഇപ്പം കയറത്തില്ല. ഇത് മുകളിലോട്ട് പോകത്തില്ല. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നുമില്ല, ഇത് പ്ലെയിനാണ്. ഇതും പ്ലെയിനാണ്. പിന്നെ ഇത് വർക്കാവത്തില്ല, അത് ബാറ്ററി ഇട്ടാൽ വർക്കാവത്തില്ല. പിന്നെ അതിനകത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലാം വീടിനകത്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു പാട്ടിട്ട് കേൾപ്പിക്കാം. നമ്മൾ പാട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 32-ലാണ്. ഫുള്ളിട്ട സൗണ്ട് ക്വാളിറ്റി ഉള്ളതിലാണ് ഞാൻ കുറച്ചിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആക്സ് വരാം, കാർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പുതിയ വണ്ടിയിലോട്ട് പോകാം. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ പറയാൻ.
ഇത് ഹാൻഡ് ബ്രേക്ക് ഇടാം. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 3, ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ. പിന്നെ നമുക്ക് എൻജിൻ റൂം ആണെങ്കിൽ ഇത് കാണാം. ഓക്കെ, വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ട് എൻജിൻ റൂമൊക്കെ വന്നു. ഇതിന് നമുക്ക് എൻജിൻ റൂം തുറക്കാൻ വേണ്ടി ഒറ്റ കൈ മതി. പക്ഷെ നമ്മളെ ടാറ്റയിൽ അങ്ങനെയല്ല, അതിനകത്ത് 2 കൈയെങ്കിലും വേണ്ടി വരും. അപ്പോൾ നമ്മളിത് തുറന്നു. ഇതാണ് എൻജിൻ വരുന്നത്. 3 സിലിണ്ടർ 12 വാൾവിൻ്റെ എൻജിനാണിത്. 2 ഹോൺ പക്ഷേ തുറന്നേ വർക്ക് ചെയ്തുള്ളൂ. അത് എന്തുവാ ഞങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് നടക്കുന്നത്. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ വണ്ടിയാണിത്. ഫുൾ റീപെയിൻറ്റ് ചെയ്ത് അടിച്ച് പൊളിച്ച് സൂപ്പറാക്കിയിട്ടേക്കാണ്. അപ്പം വേറെ ഉണ്ടല്ലേ പെയിൻ്റ് അടിച്ച ഇതൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ. ഞാൻ ഹോൺ കേൾപ്പിക്കാം. ഹോണൊന്ന് കേൾപ്പിക്കാം. ഇതാണ് ഹോൺ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ ഓൾ ന്യൂ ടാറ്റ നെക്സോണിലേക്കാണ് പോകുന്നത്. ഇത് ടാറ്റ നെക്സോണിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് ആണ്. ടോപ്പ് വേരിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ 3 വേരിയൻ്റ് വരുന്നുണ്ട്. ക്രിയേറ്റീവ് പ്ലസ് എസ്. ഇത് ക്രിയേറ്റീവ് പ്ലസ് ആണ്. 2023 മോഡൽ. ഞങ്ങൾ 2024 പോയി മേടിച്ചു. ഞങ്ങൾക്ക് വേറെ ഡിസ്കൗണ്ട് 1,00,000 രൂപ ഡിസ്കൗണ്ട് അങ്ങാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഇതിന് ആണല്ലേ എല്ലാം ഇപ്പോഴത്തെ നെക്സോണിലുള്ള എല്ലാം ഉണ്ട്. ഇത് LED DLR ആണ്. ഇത് വരുന്നത് പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ്. LED പ്രൊജക്ടറാണ് വരുന്നത്. ഇതാണ് എൻ്റെ കീ വരുന്നത്. അല്ലേ നമ്മൾ നോർമൽ എല്ലാ ടാറ്റയ്ക്കകത്തും വരുന്ന കീ. പിന്നെ ഇത് ടാറ്റയുടെ ലോഗോ ഞാൻ മേടിച്ചിട്ടാണ്. ഇതൊരു കൃഷ്ണൻ്റെ പടം. കൃഷ്ണനല്ല, മുരുകൻ്റെയാണത്. ഇപ്പം നമുക്ക് വണ്ടിയുടെ ലൈറ്റ് ഒന്ന് കാണിക്കാം. ഇതിനെന്ന് പറഞ്ഞാൽ ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പണിങ് പക്ഷെ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എത്ര ഞെക്കി പിടിച്ചാലും വർക്കാകുന്നില്ലത്. ഇത് ലൈറ്റിൻ്റെ എല്ലാം കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അകത്തോട്ട് പോകാം. അൺലോക്ക് ചെയ്യാം. ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസറും വരുന്നുണ്ട്. ഇല്ലേ, ഇത് ഞെക്കിയാൽ വണ്ടി ലോക്കാവും, ഇത് ഞെക്കിയാൽ വണ്ടി അൺലോക്കാവും. നമുക്ക് അകത്ത് കയറാം. ഓക്കെ, നമ്മളകത്തോട്ട് കയറുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളകത്തെത്തി. എൻ്റെ കൈ താക്കോലുണ്ടാണ്ട് വണ്ടി ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തു. ഓക്കെ, അത് ഓക്കെ. അപ്പം നമുക്ക് വിൻഡോസ് താത്തിട്ടേക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ കേൾക്കാം. ഇപ്പം നമ്മൾ ഇന്നത്തെ ഇപ്പോൾ കേൾക്കാൻ നമുക്കിപ്പം ചുമ്മാ ഒന്ന് ആദ്യം ഇൻട്രൊഡക്ഷനൊക്കെ തരാം വണ്ടിയെക്കുറിച്ച്. ഓക്കെ, അപ്പം നമുക്കിത് ക്രിയേറ്റീവ് പ്ലസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ വേരിയൻ്റോട്ടാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നത്. വണ്ടിക്കകത്ത് ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വേരിയൻ്റോട്ടാണ് വരുന്നത്. ക്രൂയിസ് കൺട്രോളെല്ലാം ഈ ഒരൊറ്റ വേരിയൻ്റോട്ടാണ് ക്രൂയിസ് കൺട്രോൾ വരുന്നത്. ഇതിന് താഴോട്ടുള്ള വേരിയൻ്റൊന്നും ക്രൂയിസ് കൺട്രോൾ ഇല്ല. പിന്നെ ഇപ്പം ഓൾ ന്യൂ ടാറ്റ നെക്സോൺ 2025 വണ്ടിയാണെങ്കിൽ ക്രൂയിസ് കൺട്രോളും വരുന്നില്ല. വണ്ടിയുടെ ഒത്തിരി ഫീച്ചേഴ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് പച്ച കളറാണ് കണ്ടോ. നമുക്ക് വലിയ എഫക്റ്റീവായിട്ട് തോന്നത്തില്ല. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ലൈറ്റ് വന്ന് അടിക്കുന്നതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ഓണായി കഴിഞ്ഞാൽ പച്ച കളറാവും കണ്ടോ. ഇതാണ് ഈ ഓട്ടോമാറ്റിക് ഡിമ്മിങ് IR ൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രൈവർ സീറ്റിനൊന്നും വരത്തില്ല. ഡ്രൈവർ സീറ്റിന് പ്ലെയിൻ ആയിരിക്കും. ഇവിടെ ഒന്നും വരത്തില്ല. പിന്നെ ഇവിടെ എന്ന് പറയുവാണെങ്കിൽ ഒരു മിറർ വരും. പിന്നെ ഇത് സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ പറയും. നമുക്കവിടെ ലൈറ്റ് വരുന്നുണ്ട്. ഇത് LED ലൈറ്റാണ്. അപ്പോൾ ബേസിക് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പോൾ വണ്ടിക്കകത്തത് മേടിച്ചിടായിരിക്കുവാണ്. ഇവിടെയുമായിട്ടേ ഒരു സാധനം വരും, അത് മേടിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വേരിയൻ്റോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ക്രൂസ് കൺട്രോൾ വരുന്നത്. ഇത് പറഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് നമുക്ക് അസസ് ചെയ്യാൻ കണ്ടില്ലേ. ഹായ് കമാൻഡ് പറയാൻ പറഞ്ഞാണ്. നമുക്ക് എന്നെ പറഞ്ഞു വിടാം, ഇല്ലെങ്കിൽ അവിടെ ചലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റുള്ള വരുന്നുണ്ട്. ഇവിടെ കോള് കട്ട് ചെയ്യാൻ വരുന്നുണ്ട്. നമുക്ക് സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വരുന്നുണ്ട്. ഇതെല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. എൻ്റെ ഫോണിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം എന്തിനാണെന്ന് എനിക്കറിയാം.
ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററിലോട്ട് പോകാം. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് വലിയ ഡിജിറ്റൽ തന്നെയാണ്. ഡിജിറ്റൽ എന്ന് വേണമെങ്കിൽ നല്ല ഡിജിറ്റലാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ക്ലസ്റ്റർ തന്നെയാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലസ്റ്ററാണ്. ഫുള്ളായിട്ട് അങ്ങ് ഡിജിറ്റലിൽ കൊടുത്തിട്ടില്ല, അതിന് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് മാനുവലി ഉപയോഗിക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഉണ്ട്, ലേ ഔട്ടുണ്ട്. ലേ ഔട്ട് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ മാറ്റാൻ പറ്റും. ഇങ്ങനെ ഞെക്കുമ്പം കണ്ടില്ലേ, ഒരു വട്ടം പോലത്തെ റാ പോലെ വന്ന സാധനം അങ്ങ് പോയി. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ള് റായായി. ഈ ലേ ഔട്ടാണ് എനിക്കിഷ്ടം. എപ്പോഴും നല്ല രസമാണ്. ഇത് സെറ്റിങ്സ്, ഇത് ക്ലോക്ക് വരും, കലണ്ടർ വരും, അതൊക്കെയാണ്. പിന്നെ ഫാക്ടറി റീസെറ്റ്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് പോകണമെങ്കിൽ ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ 9 ആണ്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വലിയ ഓട്ടമൊന്നുമില്ല, അതുകൊണ്ട് അടുത്തടുത്തൊക്കെ പോവും. അപ്പം ഞങ്ങൾക്ക് 9 ആണ് കിട്ടുന്നത് മൈലേജ്. അപ്പം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രിപ്പ് ബി ഉണ്ട്. ബിക്കകത്ത് തന്നെ 1 വരുന്നത്, 9 വരുന്നത് മൈലേജ്. അപ്പം എപ്പോഴും ഞാൻ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഇൻഫോ ഇല്ലാത്തതാണ്. അതാകുമ്പോൾ നമുക്ക് ടയറിൻ്റെ എയർ പ്രഷറൊക്കെ കാണാൻ പറ്റും. ഇത് RPM ഒക്കെ കൂടും. നല്ല ഉള്ളത് പറയാമല്ലോ. ഇപ്പം അത്യാവശ്യം നമുക്കൊരു ചുമ്മാ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ പോകണമെങ്കിൽ ഈ വണ്ടി ഉണ്ടല്ലോ, നല്ല ബെസ്റ്റ് ചോയ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളത്, നല്ല ബെസ്റ്റ് ചോയ്സ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഫോൾഡബിൾ IRV ആണ് വരുന്നത്, കണ്ടില്ലേ. ORVM, സോറി, IRV അല്ല, ORVM, ഫോൾഡബിൾ ORVM വരുന്നുണ്ട്. നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ലെഫ്റ്റ് റൈറ്റും എന്ന് കാണിച്ചു തരാം. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ ലെഫ്റ്റും റൈറ്റും വരുന്നത്. റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസ്റ്റ് ആവും. അത് ഉണ്ടോ, അതിങ്ങനെ അഡ്ജസ്റ്റ് ആവും. ഇപ്പം ശരിയായി, ഓക്കെ. അങ്ങനെ അഡ്ജസ്റ്റ് ആവും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഗുരുവായൂരൊപ്പം മേടിച്ചിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇവിടെ നിന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ക്രാച്ചസ് വരും. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഒരു സാധനം കിട്ടും, ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ പോലത്തെ. അത് മേടിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ശല്യം അങ്ങ് ഒഴിവാകും. ഇനി ഞാൻ പാട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് ബ്ലൂടൂത്ത് ആണുള്ളത്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ആദ്യം ഓൺ ചെയ്യാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പം ആദ്യം ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പാട്ടിട്ട് കാണിക്കാം. ഇത് റേഡിയോ ആണ്. ഇനി നമുക്ക് പാട്ടിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. ഫോണിൽ ഫുൾ സൗണ്ട് ഇട്ടേക്കുവാണ്. എല്ലാ വിൻഡോസ് അടച്ചിട്ട് ഫുൾ സൗണ്ട് ഇട്ട് നോക്കാം. നല്ല ഡീജയുണ്ട്. ഞാൻ ഇപ്പം എനിക്ക് സമയമില്ല, അപ്പം ഞാൻ എന്തായാലും ബാക്കിയുള്ള കുറച്ച് കാണിച്ചിട്ട് ഞാൻ പോവാം. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 6 ഗിയർ വരുന്നുണ്ട്. 6ൻ്റെ കൂടെ 6 റിവേഴ്സോടെ കൂട്ടി 7 ഗിയറുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യുകയാണ്. മീഡിയ ഓഫ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഉണ്ടല്ലേ, ഇത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പെയർ ആക്കണ്ടെങ്കിൽ വേണമെങ്കിൽ ഡീകണക്ട് കൊടുത്തിട്ട് പിന്നെ ഹോമിൽ പോയിട്ട് മോർണിംഗ് ആയിട്ട് അയക്കുമ്പം ഓഫ് കൊടുത്താൽ മതി. അപ്പം അത് ഓഫാവും. പിന്നെ ഇതിനകത്ത് 3 മോഡ് വരുന്നുണ്ട്. എക്കോ വരുന്നുണ്ട്, സ്പോട്ട് വരുന്നുണ്ട്, സിറ്റി വരുന്നുണ്ട്. അപ്പം പിന്നെ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ബാക്ക് സീറ്റൊക്കെ അടിപൊളിയാണ്. 4 സ്പീക്കറും 4 ട്വിറ്ററും അല്ല 6 സ്പീക്കറും 4 ട്വിറ്ററുമാണ് വരുന്നത്. അപ്പം ഈ കാറിന് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിലായി വീണ്ടും വരാം. താങ്ക് യു. അപ്പോൾ ഞാൻ എൻ്റെ ബൂട്ട് കാണിക്കാൻ പോവുകയാണ്. ഇത് 350 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒളിഞ്ഞിരിക്കുന്നൊരു വൈപ്പറിനെ കാണാൻ പറ്റും. ഇല്ലേ, ഇവിടെയാണ് വൈപ്പർ ഇരിക്കുന്നത്. ഇൻവിസിബിൾ വൈപ്പറാണ്. ഇത് നമ്മുടെ റേഞ്ച് റോവറിൽ നിന്നൊക്കെ ഫോളോ ചെയ്തെടുത്താണ്.
പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടൈഗർ വരുന്നുണ്ട്, കണ്ടില്ലേ? ഒരു പുലിയുടെ ഒരു പടം വരുന്നുണ്ട് ഇവിടെ. ക്ലിയർ അല്ല, എന്തായാലും ഒരു പുലിയുടെ പടം വരുന്നുണ്ട് ഇവിടെ. കുറച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും ഇതൊരു പുലിയുടെ പടമാണ്. അപ്പോൾ പുലിയുടെ പടം വരുന്നുണ്ട്. പിന്നെ നമുക്ക് DLR ആണ് വരുന്നത്. ബാക്കിൽ ആയിട്ട് LED ആണ് വരുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയും ഇനിയും നമുക്ക് നമ്മുടെ എൻജിൻ റൂമൊക്കെ കാണിച്ചിട്ട് ഞാൻ വൈകിൻ്റെ പേയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പോയി. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ എൻജിൻ റൂം വരുന്നത്. ഇത് 3 സിലിണ്ടറിൻ്റെ എൻജിനാണ് വരുന്നത്. BS6 ആണ് വരുന്നത്. ഇതിന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഹോണോടൊന്ന് കേൾപ്പിച്ചിട്ട് നിർത്തിക്കാം. ഹോൺ കേൾപ്പിച്ചില്ലായിരുന്നല്ലോ. അപ്പം ഇതിൻ്റെ ഹോണാണിത്. ഇതാണ് എൻ്റെ ഹോൺ വരുന്നത്. അപ്പോൾ ഇതത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.